ഹായ് ഓൾ, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ UAE വിസ പുതുക്കാനായിട്ട് ഒമാനിലോട്ട് പോകാൻ ബസ് ത്രൂ പോകാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ ഗൈഡൻസ് വീഡിയോ ആണിത്. അപ്പം ഏകദേശം ഒരു 6 മണിക്ക്, ഞാൻ ഷാർജയിലാണ് സ്റ്റേ ചെയ്യുന്നത്, ഞങ്ങൾ ഏകദേശം ഒരു 6 മണിക്കാണ് അവിടുന്ന് പുറപ്പെട്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല ഒരു ട്രാവൽ ഏജൻസീനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കയ്യിലുണ്ടാവേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ UAEയിലോട്ട് വന്നപ്പോഴുള്ള വിസേൻ്റെ കോപ്പി, പാസ്പോർട്ട്, ഒമാൻ വിസേൻ്റെ കോപ്പി, ബസ് ടിക്കറ്റിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് ഇതെല്ലാം നമ്മുടെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് തന്നെ അവർ നമുക്ക് അയച്ചു തരും. വൺസ് നമ്മുടെ വിസ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് അയച്ചു തരും. അപ്പോൾ എൻ്റെ ബസ് പിക്കപ്പ് ലൊക്കേഷൻ വന്നിട്ട് സൗദി മോസ്ക്, ഷാർജയിലെ റോളയിലുള്ള സൗദി മോസ്കിൻ്റെ അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 1 ഹവറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബസ് വന്നത്. അവർ 1 ഹവർ മുന്നേ നമ്മളടുത്ത് അവിടെ എത്താൻ പറയുമെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് വന്നത്. അപ്പോൾ ഈ ബസ്സിൽ നിന്ന് നമ്മളെ കയറ്റുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ, നമ്മുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ ബസ് ടിക്കറ്റ്, വിസ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളതിനെ വണ്ടിയിലോട്ട് കയറ്റുന്നത്. അപ്പം പ്രയോറിറ്റി ബേസിസിലാണ്, അതായത് നമ്മൾ ഫസ്റ്റ് ലേഡീസിനായിരിക്കും അവർ കയറ്റുന്നത് മോസ്റ്റ്ലി എല്ലാ ടൈമും, പിന്നെ അതിന് ശേഷമായിരിക്കും ജെൻസിനെ കയറ്റുന്നത്. അതുപോലെ സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആരാണോ ആദ്യം കയറുന്ന അവർക്ക് ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരിക്കാം, അങ്ങനെയായിരിക്കും. നമുക്കൊരു ഫിക്സഡ് സീറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല ഈ ബസ്സിൽ. പിന്നെ മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സ്നാക്സോ കാര്യങ്ങളോ അതുപോലെ കുറച്ച് വെള്ളം വേണമെങ്കിൽ കൈ പിടിക്കാം. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്ക് നിർത്തിത്തരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒരു റെസ്റ്റ് സ്റ്റേഷനിൽ മാത്രം ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവർ നിർത്തിത്തരും ഒരു സ്ഥലത്ത്, അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത്യാവശ്യം വേണ്ട എസെൻഷ്യൽസൊക്കെ നമ്മൾ കൈ പിടിക്കുക. പിന്നെ നിർബന്ധമായിട്ടും നമ്മൾ 1-2 ഡ്രസ്സ് കൈ പിടിക്കുക, സ്നാക്സ്, വെള്ളം, പിന്നെ നമുക്ക് വേണ്ട ബ്രഷ്, പേസ്റ്റ് സാധനങ്ങൾ, സോപ്പ്, അങ്ങനത്തെ എല്ലാം കൈ പിടിക്കാനായിട്ട്. ഒരു 2 ഡേ ട്രിപ്പ് പോകുന്ന പോലെ തന്നെ കൈ പിടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് സെയിം ഡേ തന്നെ തിരിച്ചു പോരാൻ പറ്റുമെന്ന് യാതൊരു വിധ ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൈ പിടിക്കാൻ പറയുന്നത്. പക്ഷേ മോസ്റ്റ്ലി എല്ലാ സമയത്തും നമുക്ക് സെയിം ഡേ തന്നെ തിരിച്ചു പോരാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ പോയ സമയത്ത് എനിക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ തിരിച്ചു പോരാനുള്ളത് കൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുവിധം വേണ്ട സാധനങ്ങളെല്ലാം കൈ പിടിക്കുക. അതുപോലെ തന്നെ കോപ്പീസും എല്ലാം നമ്മൾ കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു 1.5 hours കൊണ്ടൊക്കെ എത്തിപ്പെടാനായിട്ട് പറ്റും, നമ്മുടെ UAE ബോർഡറിലോട്ട് എത്താനായിട്ട് പറ്റും. ഇല്ല ട്രാഫിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 hours അല്ലെങ്കിൽ 3 hours ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയത് ഷാർജയിൽ നിന്നായതുകൊണ്ട് തന്നെ കോർഫഖാൻ റൂട്ട് വഴിയായിരുന്നു നമ്മൾ ഒമാൻ ബോർഡറിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. കുറച്ചങ്ങോട്ട് ടൗണെല്ലാം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അങ്ങോട്ട് ഇതുപോലെ മരുഭൂമിയും കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ വലിയ വലിയ മലകൾ, അങ്ങനത്തെ ഏരിയ ആയിരിക്കും. ശരിക്കും ഈ ഒരു ബസ് ത്രൂ ഉള്ള ട്രാവലിംഗ് എന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ യാത്രകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ വലിയ ബോറടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് എത്തുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ലോങ്ങോ കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും ഒരു ട്രിപ്പ് എന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ചെറിയ രീതിയിലൊക്കെ പറ്റും നമുക്ക്. വളരെ ഭംഗിയുള്ള സീനറീസ് ആയിരിക്കും കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം ട്രാവലൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കും മേ ബി ഇത് ഭയങ്കര രസമായിരുന്നു. പിന്നെ സ്നാക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി ചേച്ചിയായിരുന്നു, ആളെനിക്ക് തന്നതാണ് ഈ സ്നാക്ക്. അപ്പം മോസ്റ്റ്ലി മലയാളീസ് തന്നെ ആയിരിക്കും, മലയാളീസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ആരെങ്കിലുമൊക്കെ കിട്ടും എന്തായാലും. ആ കാര്യത്തിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് കമ്പനിയാവും നമ്മൾ ബസ്സിലുള്ളവരൊക്കെ കൂടെ. പിന്നെ
എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ ചെല്ലുമ്പം. കാരണം പല വിധത്തിലുള്ള ആൾക്കാരായിരിക്കും, അതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കുക. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മുടെ അക്കോമഡേഷൻ ആയാലും കാര്യങ്ങളായാലും ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് നമ്മുടെ സ്റ്റേക്കൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോവാതിരിക്കുക. കാരണം ബൾക്കായിട്ടായിരിക്കും ആൾക്കാർ ചെല്ലുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പം ജസ്റ്റ് ടോയ്ലറ്റിൽ പോകാനായിട്ട് മാത്രം നമുക്കൊരു സ്ഥലത്ത് നിർത്തി തന്നതാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 15 മിനിറ്റ്സാണ് ഡ്രൈവർ പറഞ്ഞത് നമുക്ക്. പക്ഷേ അവിടെ ചെറിയ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി നമ്മുടെ ബസ്സിൻ്റെ എൻജിൻ്റെ എന്തോ ഒരു പ്രശ്നമായിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ്സോളം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ UAE ബോർഡറിലോട്ട് എത്തിയിരിക്കുകയാണ്. UAEൻ്റെ ബോർഡർ ഓഫീസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, എന്നാലും ഞാൻ ഈ പുറത്തത്തെ ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം ഇവിടെ ചെന്നാൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് നമ്മുടെ ബസ്സിൽ എത്ര പേരുണ്ട്, ഏത് കമ്പനീൻ്റെയാണ് ബസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് കമ്പയർ ചെയ്ത് എല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ തന്നെ ഇതിൻ്റെ അകത്തോട്ട് കടക്കാനായിട്ട് അലോ ചെയ്യുള്ളൂ. അപ്പം ഇവിടെ ഏകദേശം ഒരു 2.5 hours നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ മാത്രമല്ല, ഒരുപാട് ഏജൻസികളുടെ ബസ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ ആദ്യം പോയി ആരാണോ ആദ്യം എത്തുന്നത് അവരുടെ ആയിരിക്കും പ്രൊസീജിയർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബസ്സിലും ഏകദേശം ഒരു 25 അല്ലെങ്കിൽ 30 ആളുകളോളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് പോകാനായിട്ട് പറ്റുള്ളൂ. ആക്ച്വലി ഒരു 25-30% ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ UAE എക്സിറ്റ് സ്റ്റാമ്പാണ് നമുക്ക് ഇവിടുന്ന് അടിച്ചു തരുന്നത്. നമ്മൾ UAEന്ന് എക്സിറ്റ് ആയി എന്ന് കാണിക്കാനായിട്ട്. കുറച്ച് പേരൊക്കെ ഉള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൊസീജിയർ തീരും. അപ്പോൾ നമ്മുടെ മുന്നിൽ 4-5 ബസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് വൈകിയിരുന്നു. അങ്ങനെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് UAEന്ന് ഔട്ടായെന്നുള്ളതിൻ്റെ എക്സിറ്റ് ആയെന്നുള്ളതിൻ്റെ ഒരു സ്റ്റാമ്പിങ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റും. അവിടെ ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും പിന്നെ വിസയും മാത്രമേ നോക്കുന്നുള്ളൂ. മെയിനായിട്ടും പാസ്പോർട്ട് മാത്രമേ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിക്കാൻ മാത്രമുള്ള പ്രോസസ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ഇല്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പാസ്പോർട്ട്, വിസ, ടിക്കറ്റ് അതെല്ലാം സേഫായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ UAEന്ന് ഏകദേശം ഒരു 1/2 hour പോയാൽ ഒമാൻ ബോർഡർ ഓഫീസിലോട്ട് എത്തും. ഇവിടെ നമുക്ക് കുറച്ചധികം പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പാസ്പോർട്ട് അവർ ചെക്ക് ചെയ്യും. സെയിം പ്രൊസീജിയർ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. ലഗേജ് ചെക്ക് ചെയ്യും. അതുപോലെ ഒമാൻ വിസ അവർ ചെക്ക് ചെയ്യും. പിന്നെ ബയോമെട്രിക് സ്കാനിങ് ഉണ്ടായിരിക്കും. നമ്മൾ ആധാറൊക്കെ എടുക്കുമ്പോഴുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ ഐസ് സ്കാൻ ചെയ്യും, നമ്മുടെ ഫിംഗേഴ്സ് വെക്കാനായിട്ട് പറയും. അങ്ങനെ ഒരുപാട് സ്കാനിങ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ലഗേജ് അടുത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു ഓഫീസിൻ്റെ അകത്തോട്ട് നമ്മളെ വിട്ടിട്ട് ഓരോരുത്തരായി ലഗേജ് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാനായിട്ട് പറ്റും ചെക്കിങ് കഴിഞ്ഞാൽ. ഇവിടെയായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നമുക്ക് സെയിം ഡേ തന്നെ അവിടെ നിന്ന് നമ്മുടെ വിസ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോരാനായിട്ട് പറ്റും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പോരാനായിട്ട് പറ്റിയില്ല. കാരണം വാറും കാര്യങ്ങളൊക്കെ ആയിട്ട് വിസയുടെ കാര്യത്തിൽ ഡിലേ വന്നിട്ട് പോകാൻ പറ്റാതെ കിടന്നിരുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയത്. അപ്പോൾ അടുത്ത് തന്നെ ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളുമാണ്. നമുക്ക് വൈഫൈ ഉണ്ടാവും, ഈ ഹോട്ടലിലും വൈഫൈ ഉണ്ടാവും. നമ്മുടെ അക്കോമഡേഷൻ്റെ അവിടെ വൈഫൈ കുറച്ച് പ്രോബ്ലം ആയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ വൈഫൈ കിട്ടിയിരുന്നുള്ളൂ, റൂമിൽ വൈഫൈ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ല ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ പിടിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കിട്ടിയ റൂം. കുഴപ്പമില്ലായിരുന്നു ഇരിക്കാനൊക്കെ. പക്ഷേ രാത്രി നമ്മൾ കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടിയായിരുന്നു. കാരണം ബെഡ് ബഗ്സ് ഉണ്ടായിരുന്നു അവിടെ. അവർ പറഞ്ഞത് ആരോ വന്നിട്ടുള്ള ഇതുപോലെ വന്ന ആരുടെയോ ബാഗിൽ നിന്ന് അവിടെ ആയതാണ്. നമ്മൾ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തു. കുറച്ച് പേരൊക്കെ അവരടുത്തുള്ള ഒരു അറബി വില്ലയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബെഡ് ബഗ്സ് ആയിട്ട് തീരെ സഹിക്കാൻ പറ്റാതെ എല്ലാവരും മുഖത്തൊക്കെ ചൊറിഞ്ഞ് അങ്ങനെയൊക്കെ ആയപ്പം മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ലൊക്കേഷനായിരുന്നു. ഭയങ്കര അവിടെ അധികം കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഗ്രോസറിയൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ട് റൂമിൽ തന്നെ കിട്ടും.
അതുപോലെ ഉച്ചയ്ക്കാണെങ്കിലും ബിരിയാണി, അങ്ങനെ ചെറിയ രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടായിരിക്കും, സ്നാക്സ് പോലെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം ഒരുപാട് പേര് നമുക്ക് പോകാനുള്ളതുകൊണ്ടാണ് നമുക്കന്ന് തിരിച്ചു വരാൻ പറ്റാതിരുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആരാണോ വിസ എടുത്തതെന്ന് ആ ട്രാവൽ ഏജൻസിയുമായിട്ട് എപ്പോഴും നമ്മളൊരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. അത് നല്ലതായിരിക്കും. അപ്പോൾ വിസ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ കൊടുത്താൽ തിരിച്ചു പോരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം, അവിടെ മലയാളീസ് തന്നെ ആയിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതൊക്കെ, വേറെ ആരുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാനോ ഒന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വിസ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ആ ഒരു വിസയുടെ കോപ്പി അവരുടെ തന്നെ നമ്പറെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവർക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് അവർ വിസ പ്രിൻ്റ് എടുത്ത് തരും. അതിനായിട്ടൊരു 3 ദിർഹംസ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വന്നു. പിന്നെ മെയിൻ കാര്യം, അവർ ദിർഹംസ് അക്സെപ്റ്റ് ചെയ്യും കേട്ടോ എല്ലായിടത്തും. ആ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ദിർഹംസ് അക്സെപ്റ്റ് ചെയ്യും. കാർഡോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമുക്ക് റോമിംഗ് ഡാറ്റ റീചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാവരും ചെയ്യണമെന്നില്ല, നമുക്ക് അത്യാവശ്യം വേണ്ട വൈഫൈയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷേ ഒരിക്കലും ഒരു 1-2 ജോഡി ഡ്രസ്സ് ഇല്ലാതെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ എസെൻഷ്യൽസ് ഇല്ലാതെ വരാതിരിക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. കാരണം നമുക്ക് സെയിം ഡേ തന്നെ പോരാനായിട്ട് പറ്റണമെന്നില്ല. പക്ഷേ ഞങ്ങൾ പോകുന്ന ദിവസം അന്ന് അതേ സെയിം ഡേ അവിടെ വന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അതേ സെയിം ഡേ തന്നെ തിരിച്ചു പോരാനായിട്ട് പറ്റിയിരുന്നു. കാരണം ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അന്നേ ദിവസം തന്നെ തിരിച്ച് UAE പോരാനായിട്ട് പറ്റി. അപ്പം തിരിച്ചു പോരുമ്പോഴും ഇതേ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പിന്നെയും കാണിക്കാത്തത്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, ദുബായ് ബോർഡറിൽ നമ്മൾ എത്തുമ്പം അവിടെ സ്കാനിങ് ഉണ്ടായിരിക്കും. അതായത് എക്സ്റേ പോലത്തെ സ്കാനിങ് ഉണ്ടായിരിക്കും. നമ്മുടെ ബസ് ആ ഒരു സ്കാനറിൻ്റെ ഉള്ളിലൂടെയാണ് കിടക്കുക. അപ്പോൾ അതിന് മുന്നേ അവർ ചോദിക്കും ഹാർട്ട് പേഷ്യൻസോ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസോ ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അപ്പം തന്നെ പറയാം. കാരണം അത് ഹാംഫുൾ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവർ നമ്മളെ വേറെ സൈഡിലൂടെ കൊണ്ടുപോകും. അപ്പം അത് UAE ബോർഡർ എത്തുമ്പോൾ അത് നിങ്ങൾ മെയിനായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ UAE ബോർഡറിൽ നമ്മുടെ ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ടായിരിക്കും. അവർ നമ്മുടെ ലഗേജും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് UAEക്കകത്തോട്ട് കയറ്റുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയാൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്